ഇറാൻ US നിർണായക ചർച്ചകൾ ഇന്ന് ഇസ്ലാമാബാദിൽ. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സേനയുടെ പിന്മാറ്റം. ഹോർമുസ് കടലിടുക്കിൽ ടോൾ അടക്കം സങ്കീർണമായ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതിയിലുള്ളത്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ അനുവദിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. No, we're not going to let that. It's international water. If they're doing that, nobody knows if they're doing that. But if they're doing that, we're not going to let that happen. What would a good deal look like for you? No nuclear weapon, number one. You know, I think it's already been regime change, but we never had that as a criteria. No nuclear weapon. That's 99% of it. Yeah, but that'll open up automatically. The answer is yes, but the strait will open up. If we just left, the strait's going to, otherwise they make... സമാധാന ചർച്ചകൾക്കിടെ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി. കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഈ ചർച്ചയ്ക്ക് മുന്നേ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നൊരു ഭീഷണി എന്ന നിലയിൽ, ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ചർച്ച വിജയകരമല്ലെങ്കിൽ ഇനിയും ആയുധമെടുക്കും, ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നതാണ്. ഇത് നമുക്കൊരു മുന്നറിയിപ്പായി വേണമെങ്കിൽ കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു ഭീഷണിയായി വേണമെങ്കിൽ കണക്കാക്കാം. ഇറാന്റെ ഈ 10 പദ്ധതി അത് അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ച എന്തുകൊണ്ടും വിജയകരമാകാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയെങ്കിൽ ഇനി ആക്രമണം തുടരുമെന്ന് തന്നെ വേണോ മനസ്സിലാക്കാൻ? അനുശ്രീ, ലോകത്തിന്റെ ശ്രദ്ധ ഇന്ന് ഇസ്ലാമാബാദിലേക്കാണ്. ഇസ്ലാമാബാദിൽ പശ്ചിമേഷ്യൻ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ, ആ ചർച്ചകളുടെ ഫലം എന്താകും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. US പ്രതിനിധി സംഘവും അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിനിധി സംഘവും തമ്മിലാണ് ചർച്ച. ഇറാന്റെ പ്രതിനിധി സംഘം ഇന്നലെ തന്നെ ഇസ്ലാമാബാദിൽ എത്തി. അല്പസമയത്തിനകം തന്നെ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘവും ഇസ്ലാമാബാദിലെത്തും. ഇന്ന് രാവിലെ ആയിരിക്കും ചർച്ചകൾ. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ചർച്ചകൾ പുരോഗമിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ കാലിബാഫാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിൽ ഇറാന്റെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിലെ സുപ്രധാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘത്തിൽ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ട്രംപിന്റെ മുതിർന്ന ഉപദേശകനും അദ്ദേഹത്തിന്റെ മരുമകനുമായ ജാരദ് കുഷ്ണർ അടക്കമുള്ളവർ ആണ് ഈ പ്രതിനിധി സംഘത്തിൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ, ഈജിപ്റ്റ്, ടർക്കി അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധി സംഘങ്ങൾ ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തും. അതിനുശേഷമാവും നേരിട്ടുള്ള ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങുക. എന്തായാലും ഇറാൻ മുന്നോട്ട് വച്ച 10 ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളിൽ ഊന്നിയായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുക. ഇറാൻ നേരത്തെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണം എന്നതാണ്. മറ്റൊന്ന്, ഹോർമൂസ് കടലിടുക്കിൽ ജലഗതാഗതത്തിന് പുതിയ പ്രോട്ടോകോൾ, അതായത് ഇറാന്റെ അധീനതയിൽ തന്നെ പുതിയ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും ഈ അന്താരാഷ്ട്ര ജലപാതയിലൂടെയുള്ള ഗതാഗതം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം പശ്ചിമേഷ്യയിൽ നിന്ന് ഈ US സേന പിന്മാറണം എന്നതാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അവകാശം ഉണ്ട്, ഊർജ്ജ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള കൃത്യമായ ഗ്യാരണ്ടികൾ വേണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ടോൾ പിരിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അല്പം മുമ്പ് ട്രംപിന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഫ്രീ ഫ്ലോ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇത്തരത്തിൽ ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കം ചർച്ച അങ്ങനെ പുരോഗമിക്കുകയാണ്. ചർച്ച വിജയകരമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.